ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ സ്വന്തം ജീവിതത്തിൽ നിന്നും മഹിയെ തള്ളിക്കളഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ശത്രുക്കൾ ശരിക്കും ആനന്ദത്തിൽ ആറാടുന്നു. അവരതിനു വേണ്ടി പലതും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ കണ്ണൻ മഹാലക്ഷ്മിയെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതവർക്ക് ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ആഗ്രഹിച്ചതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കണമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത അറിയുന്ന വാമനാണെങ്കിലും വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഉണ്ണി കണ്ണൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കരുണ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം എന്നോട് പിണങ്ങി അവൾ സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കലും അവൾ മറ്റാണുങ്ങളുടെ പുറകെയൊന്നും പോവില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കണ്ണന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പ്രസവം കഴിഞ്ഞ് മഹാലക്ഷ്മിയെയും തൻ്റെ കുഞ്ഞിനെയും കൂട്ടി വന്ന് അവർക്ക് ഇതിനെല്ലാം തിരിച്ച് നല്ല മറുപടി കൊടുക്കണം എന്നാണ് കേട്ടോ കണ്ണൻ കരുതിയിരിക്കുന്നത്. ഇനി അവളുടെ വയറ്റിൽ വളരുന്നത് സാഗറിൻ്റെ ആണോ അതോ ഇനി അനന്തുവിൻ്റെ കുഞ്ഞാണോ? എന്തായാലും സാഗറിൻ്റെ കുഞ്ഞാണെങ്കിൽ ആ ഒരു സംശയം ആളെ കത്തിച്ച് കണ്ണനെയും അനന്തുവിനെയും തമ്മിൽ തെറ്റിക്കണമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ലേഖയാണെങ്കിൽ മോഹിനി എങ്ങനെയാണോ മഹിയെ പരിചരിക്കുക ആ രീതിയിലാണ് നോക്കുന്നത്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കരുണാലയത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇതേസമയം ദുർഗ വന്നിട്ട് പറയുന്നുണ്ട്, കരുണമോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൈയോടെ കൂട്ടിക്കൊണ്ടു വരണം. കണ്ണനും മഹാലക്ഷ്മിയും രണ്ടിടത്തായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഇനി നീ അവൾ ആഗ്രഹിച്ചതുപോലെ കമലേശ്വരത്തെ മഹാറാണിയാക്കണം. ഇനി ലക്ഷ്മിയുടെ കണ്ണീരിലെങ്ങാനും മയങ്ങി വല്ലവൻ്റെയും കുഞ്ഞിനെ ഏറ്റെടുക്കാനൊക്കെ അവൻ തയ്യാറാവോ എന്നെല്ലാം ദുർഗ ഉണ്ണിയോട് ചോദിക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ണേട്ടനെ എനിക്ക് അറിയാം, വിശ്വാസവഞ്ചന ഒരിക്കലും അയാൾ ക്ഷമിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ആ പേടി എന്തായാലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കമലേശ്വരത്തേക്ക് തിരിക്കുന്നു. ദുർഗയാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ്. അങ്ങനെ ഉണ്ണി കരുണയെ കാണാനായിട്ട് എത്തുന്നു. അപ്പോൾ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ തന്നോട് എന്നെ കാണാനായിട്ട് വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് എന്ന് ഉണ്ണി പറയുമ്പോൾ, തൻ്റെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട എന്ന് കരുണ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ടെങ്കിലും നീ ഇത് കേട്ടേ പറ്റൂ കരുണേ, നിനക്ക് അത്രയ്ക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ സംശയത്തോടു കൂടി ഉണ്ണിയെ നോക്കുന്നുണ്ട് കേട്ടോ കരുണ. നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ ചേച്ചിയും അയാളും രണ്ടിടത്തായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എന്ന് കരുണ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി നടന്നതെല്ലാം കരുണയെ അറിയിക്കുന്നു. അവരുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അയാൾ തന്നെ അയാളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് മാത്രമാണ് അറിയാത്തത്. ഒന്നുകിൽ ആ സാഗര അല്ലെങ്കിൽ കണ്ണേട്ടൻ്റെ ഉറ്റ സുഹൃത്തായ അനന്തുവേട്ടൻ. ഏതായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ വന്നു എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഇനി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളെങ്ങാനും ആണോ എന്ന് കരുണ ചോദിക്കുമ്പോൾ നീ ഇതെന്തൊക്കെയാണ് കരുണ പറയുന്നത്? നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ മനസ്സിലില്ല. നിന്നെ കമലേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഒടുവിൽ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഒടുവിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേട്ടു. എന്തായാലും അവൾ ഇത്തരത്തിൽപ്പെട്ട ഒരുത്തിയാണെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? വീൽ ചെയറിലിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പതിവ്രതയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? മൂത്ത മകളുടെ സ്വഭാവ ദൂഷ്യം ആദ്യം അറിയേണ്ടത് അവരാണ്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ മതി പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കരുണയും ഉണ്ണിയും കൂടി പ്രതാപനെയും മുത്തശ്ശിയെയും ഈ വിവരം അറിയിക്കുന്നു. അപ്പോൾ അവർക്കത് കേട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരിങ്ങനെ സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വഴിപാടും പൂജയൊക്കെ നടത്തിയില്ലേ പ്രതാപ? കുറേ വൈകിട്ടാണെങ്കിലും അതിൻ്റെ ഫലം ഉണ്ടായി. തുടർന്ന് കണ്ണൻ ഉപേക്ഷിച്ചിട്ട് അവളിത് എവിടെ പോയിട്ടുണ്ടാവും എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതറിയാൻ കണ്ണേട്ടന് പോലും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അയാൾക്കിപ്പോൾ അവരുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ദൈവം ഇത്ര പെട്ടെന്ന് കണ്ടല്ലോ. ഇനി കമലേശ്വരം കമ്പനിയുടെ തലപ്പത്ത് മോൻ വരണം എന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും കൂടി ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണ ഉണ്ണിയോടൊപ്പം പോകുന്നത് കണ്ട് മോഹിനിക്കാണെങ്കിലും നല്ല സന്തോഷമാവുന്നുണ്ട്. ഇനി നിസ്സാര കാര്യത്തിന് ഉണ്ണിമോനോട് വഴക്കിട്ട് മോളിങ്ങോട്ട് വരരുത് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, മഹാലക്ഷ്മി ഇല്ലാത്ത കമലേശ്വരം അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അവിടേക്ക് പോകാൻ എനിക്ക് ഒരു മടിയും ഇല്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ, ലക്ഷ്മി മോൾ എവിടെ പോയി എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, അപ്പോൾ സ്വന്തം മോൾക്ക് സംഭവിച്ചതൊന്നും അമ്മ അറിഞ്ഞില്ലേ? വല്ലവൻ്റെയും കുഞ്ഞ് മോളുടെ വയറ്റിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മരുമകൻ തന്നെ അവളെ ഉപേക്ഷിച്ചു എന്ന് കരുണ തുറന്നടിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മോഹിനി.
എന്നാൽ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് മഹാലക്ഷ്മിയെക്കുറിച്ച് അങ്ങേയറ്റം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക്. പൂച്ചയെ പോലെ പതുങ്ങി നടന്ന് അവൾ കാര്യം സാധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ മഹാലക്ഷ്മി ഇൻസൾട്ട് ചെയ്താണ് കേട്ടോ. അവരെ മോശമാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് ചങ്ക് തകർന്ന് പോകുന്നുണ്ട് കേട്ടോ മോഹിനിയുടെ. തുടർന്ന് പോകുന്നതിന് മുൻപായിട്ട് പ്രതാപൻ പ്രത്യേകം ഉണ്ണിയോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി കൂടെ ഇല്ലെങ്കിൽ കണ്ണൻ അവനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്നും പ്രതാപൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. അങ്ങനെ ഉണ്ണിയും കരുണയും പോയതിന് ശേഷം മോഹിനിയാണെങ്കിൽ വേഗം തന്നെ മഹിയെ വിളിക്കുന്നുണ്ട്. മോൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ വീണ കാര്യങ്ങളെല്ലാം ഗ്രീസ് ഒഴിച്ച് വീണ കാര്യങ്ങളെല്ലാം കോണിപ്പടിയിൽ നിന്നും വീണ കാര്യങ്ങളെല്ലാം മഹി അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് മോഹിനി. തുടർന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിനിടയിൽ ചില സംഭവങ്ങളുണ്ടായി. പക്ഷെ അമ്മ വിഷമിക്കണ്ട, എൻ്റെയും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനും കണ്ണേട്ടനും തൽക്കാലത്തേക്ക് പിരിഞ്ഞു കഴിയുന്നത്. അനന്തുവേട്ടൻ്റെയും ലേഖയുടെയും വീട്ടിൽ ഞാൻ സുരക്ഷിതയാണ്. അവരുടെ മുന്നിലും അമ്മ സങ്കടം അഭിനയിച്ച് തന്നെ കഴിയണം. പ്രസവം കഴിഞ്ഞ് എന്നെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് നമ്മുടെ ശത്രുക്കൾക്കെല്ലാം നല്ലൊരു തിരിച്ചടി തന്നെ കണ്ണേട്ടൻ കൊടുക്കുമെന്നും മഹി പറയുന്നത് കേട്ട് വല്ലാത്ത സമാധാനവും സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. എന്തായാലും മഹാലക്ഷ്മി വീട്ടിൽ വന്ന് താമസമായതോടുകൂടി ലേഖയുടെ ജീവിതത്തിലും ആ ഒരു സന്തോഷ വാർത്ത എത്തുന്നുണ്ട്. ലേഖയാണെങ്കിലും തോമസ് വൈദ്യരുടെ ആ മരുന്ന് കഴിച്ചിരുന്നല്ലോ. അങ്ങനെ മഹാലക്ഷ്മിയുടെ ഐശ്വര്യം കൊണ്ടും സിദ്ധിയായിട്ടുള്ള അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും ലേഖയ്ക്കും അനന്തുവിനും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത അവരെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ ഇതറിയുന്ന മഹിക്കും അതുപോലെ തന്നെ കണ്ണനും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്